ഓം ശരവണഭവായ നമ. ഓം വജത്ഭുവേ നമ. വേൽമുരുക ഹരഹരോ ഹര. നാളെ തൈപ്പൂയമാണ്. ഇന്ന് തന്നെ പൂയ നക്ഷത്രം 6:1 തുടങ്ങി നാളെ 6:35 അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഒരിക്കലെടുക്കുന്നവർ 6 മണിക്ക് മുമ്പ് അരിഭക്ഷണം വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടതാണ്. നാളെ പൂർണ്ണ ഉപവാസമോ പറ്റാവുന്ന രീതിയിൽ ഒരിക്കലോ എടുക്കാവുന്നതാണ്. താരകാസുരൻ എന്ന അസുരനെ സുബ്രഹ്മണ്യസ്വാമി വധിച്ച ദിവസമാണ് തൈപ്പൂയം ആയി ആഘോഷിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇത് സുബ്രഹ്മണ്യസ്വാമിയുടെ പിറന്നാൾ ദിനമാണെന്നും സുബ്രഹ്മണ്യസ്വാമിയുടെ വിവാഹ ദിനമാണെന്നും വിചാരിച്ചു പോരുന്നവരുമുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മദിനം വിശാഖമാണെന്ന് മറ്റൊരു വിഭാഗം വിശ്വസിച്ചു പോരുന്നു. എന്തായാലും ഇത് തിന്മയുടെ മുകളിൽ നന്മയ്ക്കുള്ള വിജയമാണ്. പാർവതീദേവി താരകാസുരനെയും ശൂരപത്മൻ, സിംഹമുഖൻ എന്ന അസുരന്മാരെയും നിഗ്രഹിക്കാനായി വേൽ ഭഗവാന് സമർപ്പിച്ച ദിവസമാണ് ഇതെന്നും കുറച്ചു ഭാഗം വിശ്വസിച്ചു പോരുന്നു. ഭഗവാന്റെ നാമജപങ്ങൾ ജപിക്കുവാനായും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോകുവാനായും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിക്കുവാനായി ശ്രമിക്കുക. രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലോ പോയി വേൽ സമർപ്പിക്കാം, മഞ്ഞപ്പട്ട് സമർപ്പിക്കാം, അഭിഷേകം, ഭസ്മ അഭിഷേകം, പാലഭിഷേകം, ഇളനീർ അഭിഷേകം എന്നിവ കഴിക്കാം. വീട്ടിലാണ് ചൊവ്വാദോഷമുള്ളവർ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. മാത്രമല്ല സർവ്വ ശത്രുക്കളിൽ നിന്ന് മോചനം കിട്ടുവാനും സുബ്രഹ്മണ്യ ഭജനം ഉത്തമമാണ്. നാളെ സുബ്രഹ്മണ്യ ഗായത്രി, സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി എന്നിവ ജപിക്കുന്നത് നന്നായിരിക്കും. ഓം സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും തൈപ്പൂയ ആശംസകൾ നേരുന്നു. ഓം ശരവണഭവായ നമ. ഓം വജത്ഭുവേ നമ. വേൽമുരുക ഹരഹരോ ഹര.